രാമായണത്തിലെ ഏറ്റവും ശക്തനായ നിത്യബ്രഹ്മചാരിയായ ഹനുമാന് ഒരു മകനുണ്ടായിരുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഹനുമാന്റെ മകനാണ് മകരധ്വജൻ. ആരാണ് ഈ മകരധ്വജൻ? ബ്രഹ്മചാരിയായ ഹനുമാന് എങ്ങനെയൊരു മകനുണ്ടായി? ആ രഹസ്യമറിയാൻ വീഡിയോ മുഴുവനായി കാണുക. സംഭവം നടക്കുന്നത് ലങ്കാദഹനത്തിനു ശേഷമാണ്. ലങ്കാദഹനത്തിന്റെ തീവ്രമായ ചൂടിൽ ഹനുമാൻ വിയർത്തുകുളിച്ചിരുന്നു. അദ്ദേഹം തിരികെ സമുദ്രത്തിനു മുകളിലൂടെ പറക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ഒരു വിയർപ്പ് തുള്ളി സമുദ്രത്തിലേക്ക് വീണു. ആ സമയത്ത് വായ പിളർന്നു നിന്ന ഒരു വമ്പൻ മത്സ്യം അത് വിഴുങ്ങി. ആ വിയർപ്പ് തുള്ളിയിൽ നിന്നാണ് ഗർഭം ധരിച്ച് മകരധ്വജൻ ജനിക്കുന്നത്. അങ്ങനെയിരിക്കെ പാതാളലോകത്തെ രാജാവായ അഹിരാവണന്റെ ഭടന്മാർ ഈ മത്സ്യത്തെ പിടികൂടി. അതിന്റെ വയറ്റിൽ നിന്നും മനുഷ്യരൂപമുള്ള എന്നാൽ വാനരശ്രേഷ്ഠനായ ഒരു കുഞ്ഞിനെ അവർക്ക് ലഭിച്ചു. അഹിരാവണൻ അവനെ വളർത്തി വലുതാക്കി പാതാളലോകത്തെ കാവൽക്കാരനായി നിയമിച്ചു. അവനാണ് മകരധ്വജൻ. രാമരാവണ യുദ്ധകാലത്ത് രാവണന്റെ സുഹൃത്തായ അഹിരാവണൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും പാതാളത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി. അവരെ രക്ഷിക്കാൻ ഹനുമാൻ പാതാളത്തിലെത്തി. എന്നാൽ പാതാളത്തിന്റെ കവാടത്തിൽ ശക്തനായ ഒരു കാവൽക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു. കാഴ്ചയിൽ തന്നെപ്പോലെ തന്നെയുള്ള ആ വീരനെ കണ്ട് ഹനുമാൻ അത്ഭുതപ്പെട്ടു. ഹനുമാൻ അവനോട് ചോദിച്ചു, "ആരാണ് നീ?" അവൻ മറുപടി പറഞ്ഞു, "ഞാൻ ഹനുമാന്റെ പുത്രൻ മകരധ്വജൻ." ഇതുകേട്ട് ഹനുമാൻ കോപിച്ചു. "ഞാൻ നിത്യബ്രഹ്മചാരിയാണ്, എനിക്ക് മകനില്ല" എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ മകരധ്വജൻ തന്റെ ജനനകഥ വിവരിച്ചുകൊടുത്തു. സത്യം മനസ്സിലാക്കിയ ഹനുമാൻ അവനെ ആശ്ലേഷിച്ചു. പക്ഷേ പ്രഭു ശ്രീരാമനെ രക്ഷിക്കുക എന്ന ദൗത്യം ഹനുമാന് പ്രധാനമായിരുന്നു. കടന്നുപോകാൻ വഴിതരാത്ത മകനെ ഹനുമാന് യുദ്ധത്തിൽ തോൽപ്പിക്കേണ്ടി വന്നു. ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും കടമയായിരുന്നു വലുത്. ഒടുവിൽ അഹിരാവണനെ വധിച്ച് ശ്രീരാമനെയും ലക്ഷ്മണനെയും രക്ഷിച്ച ശേഷം പ്രഭു ശ്രീരാമന്റെ അനുഗ്രഹത്തോടെ ഹനുമാൻ മകരധ്വജനെ പാതാളലോകത്തെ രാജാവായി വാഴിച്ചു. ഇന്നും ഗുജറാത്തിലും മറ്റും മകരധ്വജനെ ദൈവമായി ആരാധിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഹനുമാന്റെ ഈ അപൂർവ പുത്രനെക്കുറിച്ചുള്ള കഥ നിങ്ങൾക്കിഷ്ടമായോ? ഇതുപോലുള്ള ഐതിഹ്യകഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.